കണിമലരെ മുല്ലേ നിന്നേ നീ തനിയെ 14 വർഷം ഒരാളുടെ കൂടെ ജീവിച്ച് ദാറ്റ്സ് എ സക്സസ്ഫുൾ ലൈഫ്. അതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും എനിക്കില്ല. അത് കഴിഞ്ഞിട്ടുള്ള ശേഷം എനിക്ക് എൻ്റെതായ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ അങ്ങനെ പോയി. തളരരുതേ, ഇത് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ഒരു കുറ്റം പറയാതെ മാനസികമായിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാറി നിൽക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം. ലിജോ എന്ന് പറയുന്ന വ്യക്തി ഓരോ സമയവും അദ്ദേഹം ഓരോ തരത്തിലുള്ള പടങ്ങളാണ് തരുന്നത്. എനിക്കൊരു ഫീല് കിട്ടുന്ന കാരണച്ചായയിലാട് മേയ്ക്കാൻ, പിന്നെ ആമേനിൻ്റെ ഒരു ഫീലാണ് എനിക്ക് ആ പാട്ട് കിട്ടിയത്. അപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നി. സോ ഹാപ്പി. കണ്ടിട്ട് ലാലേട്ടൻ അവസാനം വരുന്നു, ചെമ്പ് പൊട്ടിക്കുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കൊണ്ടാട്ടം, ചന്തമുള്ളൊരു കൊണ്ടാട്ടം. ഉടുപ്പിന് നീളം കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിനകത്തൊരു ടെൻഷൻ. മാന്യമായി എന്താ ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്തത് അവൾക്ക്? എന്തിനാണ് കയ്യില്ലാത്ത ഡ്രസ്സ് അവൾ ഇടുന്നത്? പത്തിരി ചുട്ട് ഒപ്പര തട്ടി ഇത്തിരി മുക്കിൽ നമ്മൾ കൂടി ഒന്നായിട്ടിരിക്കണ നാട് ബാപ്പോ. മുത്താണ് നമ്മുടെ കോഴിക്കോട്. പാട്ട് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഗായിക അഭയ ഹിരൺമയാണ് നമുക്കപ്പോൾ. ഹായ് അഭയ. അടിപൊളിയാണ്. ബാലിബലിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. കൽബിലെ തേനൊഴുകുന്ന കോഴിക്കോടാണ് എൻ്റെ അറ്റൻഷനിലേക്ക് വരുന്നത്. പക്ഷെ കൊണ്ടാട്ടമാണ് ശരിക്കും ഇളക്കി മറിക്കുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നു. ശരിക്കും കൊണ്ടാട്ടം ഒന്ന് പാടാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സത്യമായിട്ട് എനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ലൈൻസ് അവിടെ ഇവിടെ എനിക്ക് ഓർമ്മയില്ല. നോക്കി പാടിയാൽ മതി. കൊണ്ടാട്ടം, ചന്തമുള്ള കൊണ്ടാട്ടം ഐറ്റം സോങ് ആണ്. അടിപൊളി സോങ് ആണ്. താങ്ക് യു സോ മച്ച്. മറന്നിരുന്നൊരു പാട്ടാണ്, ഓർമ്മിച്ചതിൽ വളരെയധികം സന്തോഷം. കൊണ്ടാട്ടം, ചന്തമുള്ളൊരു കൊണ്ടാട്ടം. കൊണ്ടാട്ടം, ചന്തമുള്ളൊരു കൊണ്ടാട്ടം. തിന്നാ വീണ്ടും തിന്നും കൊണ്ടാട്ടം, നിനക്കും എനിക്കും നിന്നോ കൊണ്ടാട്ടം. കണ്ണും കൊണ്ടേ നീ എന്നെഞ്ചിനുള്ളിൽ തന്നെ കൊണ്ടാട്ടം. ഐറ്റം ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം താങ്ക് യു സോ മച്ച്. ഇത് നല്ല രസമുണ്ടല്ലോ ഈ സോങ്. എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ ഒരു രസമായിട്ട് തോന്നുന്നുണ്ട്. അന്ന് പാടിയ സമയത്തൊരു രസത്തിനങ്ങ് പാടിപ്പോയതാണ്. എൻ്റെ യഥാർത്ഥ വോയിസ് ആണത്. ഒരു ഘട്ടത്തില് BK ഹരിനാരായണനും ഗോപി സുന്ദറും പിന്നെ അഭയ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളിലും ഇവരെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ശ്രദ്ധിച്ച പാട്ടെന്ന് പറയുന്നത് കോഴിക്കോടിന്റെ പാട്ടാണ്. അതില് സൽക്കാരം മിടുക്കുള്ള ബീവി എന്ന് തുടങ്ങുന്ന സ്ഥലമില്ലേ, അതുതൊട്ടുള്ള വരി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ്. അതിനകത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി വരുന്ന സാധനങ്ങളില്ലേ, അതുകൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാലിമലിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതെ, അത് ഹരി എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ പാടിയിരിക്കണേ. സൽക്കാരം മിടുക്കുള്ള ബീവി മീൻചന്ത വഴിക്കുന്നു കേറി, മൊഞ്ചുള്ള നടക്കാവ് താണ്ടി പുതിയാപ്പ ബീച്ചിൽ കേട്ടോ ബാബുക്ക പാടണ പാട്ട്. പുതിയാപ്പ ബീച്ചിൽ കേട്ടോ ബാബുക്ക പാടണ പാട്ട്. കല്ലായി വീശണ കാറ്റില്ലോ സന്തോയം പൂക്കണ ചൂര്. അങ്ങട് തട്ടി ഇങ്ങട് തട്ടി തമ്മിൽ പുഞ്ചിരി കൂട്ടി എല്ലാരും ഇവിടൊരു കൂട്ട്. പത്തിരി ചുട്ട് ഒപ്പര തട്ടി ഇത്തിരി മുക്കിൽ നമ്മൾ കൂടി ഒന്നായിട്ടിരിക്കണ നാട് ബാപ്പോ. മുത്താണ് നമ്മുടെ കോഴിക്കോട്, മുത്താണ് നമ്മുടെ കോഴിക്കോട്. അപ്പൊ സ്ലാങ് കറക്റ്റായിട്ട് ചോദിച്ചു മനസ്സിലാക്കി. സ്ലാങ് കറക്റ്റായിട്ട് ചോദിച്ചു മനസ്സിലാക്കി. ഞാനൊരു ഒരു പാട്ട് പാടി ഒരു 2 ടേക്കിൽ എനിക്ക് ഓക്കെ ആയ പാട്ട്. അപ്പോൾ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലായിരുന്നു. എങ്ങനെയോ ചില പാട്ടുകൾ നമുക്ക് എന്താ വന്ന് ഭവിക്കുമല്ലോ, അങ്ങനെ ഭവിച്ചൊരു പാട്ടാണത്. ഇപ്പൊ വന്ന് ഭവിച്ചേക്കുന്ന പാട്ടാണ്. പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് പ്രശാന്ത് പിള്ളയുടെ തന്നെ ആമേനിലെ പാട്ടില്ലേ, സോളമനും ശോശനയും കണ്ടുമുട്ടി പണ്ടേ. പക്ഷെ ബാബുക്കയുടെ ഒരു പാട്ടുമായിട്ട് എനിക്ക് ഇതിനകത്തൊരു ചേർത്ത് വെക്കാൻ തോന്നി. അത് കേൾക്കുമ്പോഴത്തേക്കും ഞാനതും ഓർത്തു. ചന്ദന പല്ലക്കിൽ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാരി, ഓ
ഇതിന്റെ ഒരു ഫീലുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അതായത് വരികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ആ അർത്ഥത്തിൽ ഈ പാട്ടിലെ വരികൾ കേൾക്കുമ്പോൾ ആ പ്രേമം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരിടത്തും മ്യൂസിക് ഒന്നും ആരെയും ഉപദ്രവിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആ പാട്ട് ഞാൻ കാണുന്ന സമയത്ത് അവരുടെ പ്രേമം തന്നെ ചെറിയ സ്ലോ മൂവിങ് ഷോട്ട്, ട്രാക്കിംഗ് ഷോട്ട്. അപ്പോ പാട്ട് പാടിയതിനു ശേഷം നമുക്ക് അതിന്റെ വിശേഷം. കള്ളക്കവാണ് എറിഞ്ഞെറിഞ്ഞ് കണ്ണ് ചുവന്ന കാലിച്ചെറുക്ക, പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാൻ നേരമില്ലിന്നൊട്ടും നേരമില്ല, മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിലല്ലോ, മുത്തെടുക്കുമ്പോൾ പുറത്തെടുക്കൂ, പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം, എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും, കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ. അടിപൊളി. എനിക്ക് തോന്നുന്നു വാല്യുമലായിട്ട് പാടിയതല്ല, ഒരു പാട്ട് പാടാൻ വേണ്ടി വിളിക്കായിരുന്നു. എന്നെ പ്രശാന്ത് എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു വർഷം മുന്നേ ഒരു പാട്ട് ട്രൈ ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പോയി പാടിക്കഴിഞ്ഞാൽ അപ്പോഴും എനിക്കൊരു ഫീൽ കിട്ടുന്ന കാനച്ചായയിലാട് മേയ്ക്കാൻ, പിന്നെ ആമേനിൻ്റെ ഒരു ഫീലാണ് എനിക്ക് ആ പാട്ട് കിട്ടിയത്. അപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നി. കാരണം ആമേനിൽ ആ പാട്ട് കേൾക്കുന്ന സമയം എനിക്കും കൂടെ പാടാൻ പറ്റുന്ന പാട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ വീട്ടിലൊക്കെ പാടി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതേ ഒരു സ്ട്രക്ചറിൽ ഒരു പാട്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു 2 മാസം മുന്നേ ആയിട്ട് ലിജോയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, അഭയം ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്തിനാണ് ഏതിനാണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പോവുകയാണ്. പോയി കഴിയുമ്പോൾ ലിജോ ഇരിക്കുന്നു, നമുക്ക് ഈ ആട്ടക്കാരിക്കൊന്ന് ഡബ് ചെയ്ത് നോക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് പാടാനാണോ വന്നത്, പാട്ട് പാടാനല്ലേ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല അഭയ ഒന്ന് ഡബ് ചെയ്ത് നോക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിലൂടെ കയറി. കാരണം എനിക്ക് അറിയില്ല, പണി അറിയാതെയാണ് ഈ കയറുന്നത്. പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഒരു ആഗ്രഹത്തിൽ കയറി. അങ്ങനെ ശരിയാവാതെ ഇങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ലിജോ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അഭയ പാടിയ പാട്ട് കേൾപ്പിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ ഇട്ട് തന്നിട്ട് ലിജോ പുറത്തോട്ട് പോയി. അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനാണ് ഈ പാട്ട്, ഈ സിനിമയിലാണ് ഈ പാട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഐ വാസ് സോ ഹാപ്പി. കണ്ടിട്ട് ലാലേട്ടൻ അവസാനം വരുന്നു, ചെമ്പ് പൊട്ടിക്കുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പാട്ട് പുറത്തു വരുമ്പോൾ ഉള്ള റെസ്പോൺസ് വളരെ നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് എൻ്റെ വോയിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വോയിസ് കേൾക്കുന്ന ഒരു സ്വരത്തിൻ്റെ ഭംഗി മുഴുവനും ആ പാട്ടിലുണ്ട് എന്ന്, വാക്കുകളാണെങ്കിലും ഭാവമാണെങ്കിലും ഒക്കെ കറക്റ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം മെസ്സേജുകൾ വരാറുണ്ട്, അഭിപ്രായങ്ങൾ വരാറുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും വന്ന് നല്ല അഭിപ്രായം പറഞ്ഞത്. ലിജോയിൽ നിന്നൊരു പുതിയ സിനിമ കാണുക എന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ടല്ലോ, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. അപ്പം എക്സ്പെക്ടേഷൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ലേ ഇരിക്കുന്നത്. ഒരു പുതിയ സിനിമ എന്തായാലും ലിജോ തരും. പുതിയ സിനിമ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് മൈൻഡായിട്ട് നമ്മൾ ഇരിക്കുക. ലിജോയുടെ പടങ്ങളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡബിൾ ബാരൽ, ഈമയ്യോ ഒക്കെയാണ് എനിക്ക് ഏറ്റവും. ഡബിൾ ബാരൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകർ ചിലരൊക്കെ മോഹൻ ചുളിക്കും. അത് പുതിയൊരു സിനിമയായിരുന്നു. അതൊരു വളരെ വളരെ റെവല്യൂഷണറി ആയിട്ടൊരു സിനിമയായിരുന്നു. ഇത് എന്താണ് ഇയാൾ ഈ ചെയ്യണേന്ന് പോലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഓരോ സീക്വൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഡബിൾ ബാരൽ എനിക്കറിയാം, ഞാൻ തിയേറ്ററിൽ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇയാളിത് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കണേന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ എണീറ്റ് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ പടം എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് ആ പടം. അത് കഴിഞ്ഞിട്ട് ഈമയ്യോ ഇറ്റ്സ് അനദർ ബ്യൂട്ടിഫുൾ മൂവി. പിന്നെ ആമേൻ. അപ്പോൾ ലിജോ എന്ന് പറയുന്ന വ്യക്തി തരുന്നത് ഓരോ സമയവും അദ്ദേഹം ഓരോ തരത്തിലുള്ള പടങ്ങളാണ് തരുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണാസിലുള്ള പടങ്ങളാണ്. മറ്റൊരു പാട്ടാണ് മതപരമിയോരം വസന്തത്തിൻ കാലം. വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഇതായിട്ടുള്ള മിഴിയും പിന്നെ കാലം വസന്തത്തിന്റെയും. അപ്പൊ എന്തായാലും സംതിങ് പ്രണയത്തിന്റെ ഏറ്റവും ടോപ്പ് ആയിരിക്കും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ലാലനെയും സുചിത്രയും കണ്ടാലും അതിൻ്റെതായ ഒരു അഴകും ഉണ്ടല്ലോ, നല്ല രസമുണ്ട് അവർ രണ്ടുപേരും. ഏതിൽ നിന്നാണ് ഇൻസ്പയർ ആയിരിക്കുന്നത് എന്നുള്ളൊരു പിക്ചറും കൂടെ ഞാൻ ഇന്നലെ യെസ്റ്റർഡേ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ജാപ്പനീസോ അങ്ങനെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു ഹെയർ സ്റ്റൈലൊക്കെയാണ് അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്നത്. സിനിമ മാറ്റി വെച്ചാൽ അഭയുടെ ജീവിതത്തിൽ ഈ പ്രണയിച്ച ആളോട് കലഹിക്കാൻ താല്പര്യമില്ല എന്ന് അഭയ ഇടയ്ക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സാധാരണ കാര്യമാണ്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വലിയ പ്രയാസമാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ നിൽക്കുന്ന ഒരു ഡിറ്റാച്ച്ഡ്
മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ്. അത് നമ്മൾ ലീഗലി ആണെങ്കിലും ലീഗലി അല്ലെങ്കിലും ഒരുപക്ഷെ ലിവിങ് ടുഗദറിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സൗകര്യം ഉണ്ടെങ്കിലും മനസ്സ് തമ്മിലാണ് ഏത് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ഇത് എന്ത് പ്രാക്ടീസ് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ച് ഇതിങ്ങനെ പുറകോട്ട് ഇങ്ങനെ തന്നെ നിൽക്കാൻ കഴിയുന്ന അപേക്ക്? കാരണം ഞാൻ വളരണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് എന്നെ വളർത്തിക്കൊണ്ട് വരണം, എനിക്ക് എൻ്റെതായ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ വളരണമെങ്കിൽ എനിക്ക് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് വളരാൻ പറ്റില്ല. ഇത് മേ ബി ഒരു സെൽഫിഷ് മോട്ടീവായിരിക്കാം. ഞാൻ വളരണം എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് മോട്ടീവായിരിക്കാം. പക്ഷെ അത് എന്തുകൊണ്ടോ മറ്റുള്ളവർക്കും കൂടെ അത് പ്രയോജനമായിട്ട് മാറുകയാണെങ്കിൽ അത് നല്ലതല്ലേ. മാത്രമല്ല എൻ്റെ ഇത്രയും കാലത്തെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഞാൻ മാറി നിന്ന് കുറ്റം പറയുന്നത് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിനോട് കാണിക്കുന്ന ഒരു നീതികേടായിപ്പോവും. അത് ശരിയായിട്ടുള്ളൊരു പ്രവർത്തനമല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോൾ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ മരണം വരെ ഒരുമിച്ച് പോകാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് ബ്രേക്കപ്പ് ആവാമെന്നുള്ള സാഹചര്യം അത് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഇത് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ഒരു കുറ്റം പറയാതെ മാനസികമായിട്ട് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാറി നിൽക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തുനിന്ന് മറികടക്കാൻ നമുക്കൊരു പ്രാക്ടീസ് വേണം. സ്നേഹം പോലെ തന്നെ ഒരു പ്രാക്ടീസാണ്. അല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ് എനിക്കത് മറികടക്കാൻ പറ്റിയത്. സ്നേഹം ഇല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ആ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കുറ്റം പറയില്ല. ഞാൻ ബേസിക്കലി അങ്ങനെ ഒരാളെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്നെ ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ എന്നെ മറ്റേ പ്രശ്നത്തിലാക്കിയെന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യുക, അങ്ങനെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തൊരു തീരുമാനം. ഗോപി സുന്ദറിന് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ ചാർലി എന്ന് പറയുന്ന ആൽബം തന്നെ ഒരു വൺ ഓഫ് ദ കൈൻഡ് ആൽബമാണ്. ദാറ്റ്സ് അനദർ ബ്യൂട്ടിഫുൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ആൽബങ്ങളിൽ ഒരു ആൽബമാണ്. സ്വാതന്ത്ര്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റിയ, എനിക്ക് ഇങ്ങനത്തെ പാട്ടുകളാണ് എൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞ് ഇറക്കിയ പാട്ടുകളാണ് ആ പാട്ടുകൾ. അതാണ് ചാർലിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം. ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ മൂളോ? ഇത് പാടിയതൊക്കെ ഗോപി സുന്ദറിന്റെ ആണെങ്കിലും ഒരു കരിമുകിലിനു ചിറകുകളരുളിയും മിന്നലേ, കാരണം ആ പാട്ട് പാടാനും പ്രയാസമാണ്. അതിൻ്റെ ഒരു താളം വന്നിട്ട് ഒരു ഇടഞ്ഞ താളമാണ്. അപ്പോൾ ആ പാട്ട് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസമാണ്. അത് ഇദ്ദേഹം വിജയപ്രകാശ് പാടുമ്പോൾ ഞാൻ നിന്ന് കണ്ടിട്ടുണ്ടത്. അപ്പോൾ വിജയപ്രകാശ് പാടുമ്പോൾ ഇങ്ങനെ അതിശയത്തിലാണ് നിന്ന് കാണുന്നത്. അദ്ദേഹം ആ താളത്തിൽ അദ്ദേഹം ഇങ്ങനെ അത് പാടി ഫലിപ്പിക്കുന്നു എന്നൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. കാർത്തികുമായിട്ട് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് പാടുവോ? കണിമലരെ മുല്ലേ നിന്നേ നീ തനിയെ വെയിലകലെ മാഞ്ഞേ നിന്നെ വേർപിരിയെ ഇനിയകലെ പോകെ താനേ തേങ്ങരുതേ തളരരുതേ. അടിപൊളി. ഇടയ്ക്കേറി വരുമ്പോഴേ ഒരു ചെറിയ വ്യത്യാസമുള്ള ശബ്ദം കൂടെയാണല്ലോ. ഈ പാട്ടിന് ഭയങ്കര ഫാൻസ് ആണ്. ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ അത് പറയാറുണ്ട് കണിമലരെ കുറിച്ചിട്ട്. അല്ല, അത് ഭയങ്കര രസമാണ്. എന്താ വെച്ചാൽ ഈ പറയുന്ന മാതിരി തന്നെ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്താണ് ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. അതിനും വേണം ഒരു മിടുക്കല്ലേ. അല്ല, നല്ല മ്യൂസീഷ്യൻ ആണല്ലോ അത് അടിപൊളിയായിട്ട് വന്നു. ഈ പ്രതിസന്ധികൾ പലപ്പോഴും നമുക്ക് ഊർജം തരുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഇതിൽ ചവിട്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതും കുറേ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതും. ഈ സമയത്തൊക്കെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തും. പക്ഷെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റൈലിൽ നമ്മളെ തന്നെ പാക്ക് ചെയ്ത് ഇല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജം ഉണ്ടാക്കിയെടുക്കണം. അപ്പം എവിടെ നിന്ന് നമ്മളിത് ശേഖരിക്കും? അപ്പോൾ വായനയൊക്കെ നമുക്ക് മുൻകാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് മീതെയാണ് നമുക്ക് ഈ സങ്കടം വരുന്നത്. അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയൊരു എന്തോ ഒരു സാധനം കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് എവിടെയോ കിടക്കുന്ന സാധനം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. നിനക്ക് പറ്റും എന്ന് പറയണം. എവിടെ നിന്നായിരിക്കും ആ ഒരു പ്രോസസ്സ്? ഇല്ലെങ്കിൽ എവിടെ മുതൽ അത് തുടങ്ങിയിട്ടുണ്ട് ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ലെങ്കിൽ എവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു വെളിച്ചം കിട്ടണം, ഓക്കെ ആകും എന്ന് നമുക്ക് തോന്നുമല്ലോ, നമ്മളൊരു ബലത്തിൽ നമ്മളെ വിശ്വസിക്കുമല്ലോ? അതെ, എനിക്ക് സംഗീതം തന്നെയാണ് എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം തന്നിരിക്കുന്നതും. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ അപ്പാടെ മാറ്റിയിരുന്നു. നമ്മളിപ്പോൾ മാറണമെന്ന് നമ്മൾ വിചാരിച്ച് വെറുതെ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിനൊരു ചേഞ്ച് നമ്മൾ എപ്പോഴും ഉണ്ടാക്കിയാൽ മാത്രമേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വർക്കൗട്ട് പണ്ടോട്ടേ ഉണ്ട്. പക്ഷെ ഇൻറ്റൻസ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട്
പാട്ടിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും കാലം ഞാൻ എൻ്റെ ഫാമിലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അത് ഞാൻ എൻ്റെ കോൺസെൻട്രേഷൻ കറക്റ്റായിട്ട് ഞാൻ എൻ്റെ പാട്ടിലേക്ക് കൊടുത്തു. പാട്ടിൽ എനിക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, ആ പാട്ടിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്താൽ ഞാൻ എവിടെ എത്തും, എന്താണ് ഇനി ഞാൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ എനിക്കൊരു ബാൻഡ് വേണം. എൻ്റെ ബാൻഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒറിജിനൽ കമ്പോസിഷൻ കൊണ്ടുവരാം. ഒറിജിനൽ കമ്പോസിഷൻ എങ്ങനെ ഉണ്ടാവും? ഒറിജിനൽ കമ്പോസിഷൻ ഞാൻ ചെയ്തത് ഒരു 3 years ബിഫോറാണ്. അതായത് ഞാൻ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒറിജിനൽ കമ്പോസിഷൻ ഉണ്ടാക്കി വെച്ചു. ആ ഉണ്ടാക്കി വെച്ച ഒറിജിനൽ കമ്പോസിഷൻ എങ്ങനെ ഇനി അത് അപ്ലൈ ചെയ്യാം. ഇതെനിക്ക് പുതിയ കാര്യങ്ങളാണ്. ഇത് ഒബ്വിയസ്ലി ഐ വാസ് സറൗണ്ടഡ് ബൈ മ്യൂസീഷ്യൻസ്, ഐ വാസ് സറൗണ്ടഡ് ബൈ മ്യൂസിക്. പക്ഷേ ഒറ്റയ്ക്ക് നമ്മൾ നിന്ന് പണിയെടുക്കുന്നത് ഡിഫറെൻ്റ് ആണ്. ആ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിനെ മറികടന്ന് പോകുമ്പോൾ ഇതിങ്ങനെ വരാം, ഇങ്ങനെ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഇതിങ്ങനെ സംഭവിക്കാം. പിന്നെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരാളുടെ കൂടെ ജീവിച്ചത് കാരണം, അങ്ങനെ ഒരു മ്യൂസീഷ്യൻ്റെ കൂടെ ജീവിച്ചത് കാരണം ഇതിങ്ങനെ സംഭവിക്കാം. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്ക് തന്നെയാണ് എൻ്റെ ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ്സ് എന്ന് പറയാം. ഈ വായനയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ചെറുപ്പത്തിൽ മാത്രമേ വായിച്ചിട്ടുള്ളൂ, അത് ഇപ്പോഴും തുടരുന്നുണ്ടോ? ചെറുപ്പത്തിലാണ് വായന കൂടുതലുണ്ട്. ഇപ്പം എനിക്ക് പറ്റുന്നില്ല വായിക്കാൻ. അത് വെച്ച് ക്ഷമ കിട്ടുന്നില്ല. ഒരു പേജ് വായിക്കും, 2 പേജ് വായിക്കും. അതും ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഈ വായിക്കുന്നത്. അപ്പം കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ ഈ പാട്ടിലേക്ക് കൊടുത്താൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു എവിടെയോ ഒരു തോന്നലുള്ളത് കാരണം വായനയൊക്കെ. പക്ഷേ ഞാൻ പത്രം അല്ലെങ്കിൽ ആ ന്യൂസ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം അപ്ഡേഷൻ ഉണ്ടാകും. നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും പാടുന്നതും അറിയുന്നതും ഒക്കെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ പാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ ഞാൻ നോക്കാറില്ല. അപ്പോൾ പത്രവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പുസ്തകം കയ്യിലിരുന്ന് വായിക്കാനുള്ളൊരു ഒരു മടിയുള്ളത് കാരണം ഇപ്പോൾ ഒരു പേജൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പിന്നെയും. അതിലേക്കുള്ള വഴിയാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പാട്ട് കുടുംബം അമ്മയും പാടും എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണോ ഒരു പക്ഷേ ഒരു കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു, ഞാൻ പാടില്ല? ഡെഫിനറ്റ്ലി ഇത് അനായാസം സംഗതിയും അതിഭീകര മ്യൂസീഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ്. അതായത് മ്യൂസീഷ്യൻസ് ഫാമിലി എന്ന് പറയുന്നത് സാധാരണമല്ലാത്ത മ്യൂസീഷ്യൻസ് ആണ്. കാരണം എല്ലാവരും, ഒരാൾ മ്യൂസിക് കോളേജിലെ പ്രൊഫസർ, പിന്നെ അമ്മ പിന്നെ കച്ചേരി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പിന്നെ ചുറ്റുമുള്ള കസിൻസും ഒക്കെ നല്ല നല്ല ഭംഗിയായി പാടുന്നവരാണ്. അപ്പം ഇതിനകത്ത് ഇത് അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താ പാടുന്നില്ലല്ലോ, ഞാൻ 10 പേര് പാടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പാടുന്നു, ആ കുടുംബത്തിൽ ആ ചേച്ചി പാടുന്നു, അപ്പോൾ ഞാനും പാടുന്നു എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ ഡിഫറെൻ്റ്. പിന്നെ അമ്മ കുഞ്ഞിതേ മൂലം പറയാം, നിൻ്റെ വോയിസ് കൊള്ളില്ല, ചിത്രാമ്മയുടെ വോയിസ് പോലെ അല്ല നിൻ്റെത്. കാരണം അവരുടെ തോട്ട് പ്രോസസ്സ് എപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. കാരണം അവർ ആ കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചിത്രാമ്മയുടെ വോയിസ്. ചിത്രാമ്മയാണ് അവരുടെ സ്റ്റാൻഡേർഡൈസേഷൻ. ഓഫ് കോഴ്സ് ഷീ ഈസ് അൺബിലീവബിൾ ലെജൻഡറി വൺ. ബട്ട് ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടാത്ത അവസരം അവർ നോക്കുമ്പോൾ അവരുടെ കുഞ്ഞിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ അവൾ സർവൈവ് ചെയ്യുന്നുള്ള തോട്ടിലൊക്കെയാണ് അവരത് പറയുന്നത്. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി. എന്തോരം ചാൻസസ് ആണ്, എന്തോരം കാര്യങ്ങളാണ് ചുറ്റും നടക്കുന്നത്. ആ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടേതായ രീതിക്ക് നമ്മുടേതായ ഒരു സ്പേസ് കണ്ടെത്തി എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അമ്മ MG രാധാകൃഷ്ണൻ സാറിന്റെ പഴയ ലളിതഗാനം പാടുന്ന കേട്ടു. ഏതെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടോ? അമ്മ പഠിപ്പിച്ചെന്ന ഒരുപാട് പാട്ടുകൾ അമ്മ പാടുന്നത് എനിക്കറിയാം. പക്ഷെ ഒരു കൃത്യതയോടെ പാടാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം അമ്മ എപ്പോഴും ഇതാണ് പ്രശ്നം, അമ്മ പാടുന്നതിന് അത്ര കൃത്യത നമുക്ക് ഉണ്ടാവില്ലല്ലോ. അന്നത്തോണി പൂന്തോണി അലമാല കൈകളിലാലോലമാടും അരയന്നത്തോണി പൂന്തോണി അലമാല കൈകളിലാലോലമാടും അരയന്നത്തോണി പൂന്തോണി. വേറൊരുപാട് അഷ്ടപതിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരി കത്തുന്ന കൽവിളക്കും ചാർത്തി നിർധനൻ ഞാൻ മിഴി പൂട്ടി നിന്നു. ഇങ്ങനെ
ഈ അമ്മയായിട്ട് കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ തന്നെ പുതിയ കുട്ടിയാണ് ഹിരൺമയി, അല്ലെ അഭയ, അങ്ങനെയാണ്. അമ്മ കുറച്ചുകൂടെ ഒരു ഓൾഡ് സ്കൂൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ ജനറേഷൻ ആയിരുന്നു. അപ്പോൾ പാട്ട് അത്തരം ഒരു കൾച്ചറായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഈ കാലഘട്ടത്തിലായതുകൊണ്ട് കുറച്ചുകൂടെ വേറൊരു തരം ഇതായിരുന്നു. അപ്പോൾ ഉടുപ്പിന്റെ കാര്യം തന്നെ അഭയ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉടുപ്പിന് നീളം കുറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിനകത്തൊരു ടെൻഷൻ. ഈ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ കാലഘട്ടത്തിൽ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ. ഈ കോൺഫ്ലിക്റ്റ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. മോഡേൺ, അൾട്രാ മോഡേൺ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകളൊക്കെ വെച്ചിട്ട് ഈ കോൺഫ്ലിക്റ്റൊക്കെ വരുമ്പോഴ സമയത്ത് കുട്ടിയാണ്, പക്ഷെ ഇത് നേരിടണം. ഒന്ന് ചെറുപ്പത്തിൻ്റെതായ ചില ചിന്തയില്ലായ്മകൾ ഉണ്ടാവും. അപ്പം എങ്ങനെയാണിത് അമ്മയായിട്ടത് ഉരസിപ്പോയോ അതെ നന്നായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാൻ പറ്റുമോ? ഒരസി തന്നെയാണ് ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളത്. അതിന് ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒരു മെച്ചുവേർഡായിട്ട് എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ഞാനിപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഇതില്ല, എൻ്റെ അനിയത്തിക്ക് ഈ ഒരു പ്രശ്നമില്ല. കാരണം അവൾക്ക് അമ്മ പറയുന്നതിനനുസരിച്ചിട്ട് അവളുടേതായ രീതിക്ക് അല്ലെങ്കിൽ എൻ്റേതായ ഒരു സപ്പോർട്ട് ചിലപ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ടാവണം. എന്നിൽ നിന്ന് കണ്ടുപഠിച്ച കുറേ കാര്യങ്ങൾ അമ്മയും കുറച്ചും കൂടെ ഒരു നവീകരിക്കുകയാണല്ലോ അമ്മയെ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല. പക്ഷേ ഇത് അമ്മയുടെ ആദ്യത്തെ കുട്ടി. അമ്മയ്ക്ക് ഒരു സങ്കല്പമുണ്ട്, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തണം, ഇന്ന ഡ്രസ്സിട്ട് വളർത്തണം എന്നുള്ള സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിൽ നിന്ന് മാറി ഈ കുട്ടി സഞ്ചരിക്കുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് വളരെ വലുത് തന്നെയായിരുന്നു. അമ്മയ്ക്കും പിന്നെയും മിണ്ടാണ്ടിരിക്കാം, ചുറ്റുമുള്ളവർക്ക് പിന്നെയും ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടാണ് അവർ നടത്തുന്നത്. അമ്മയുടെ അടുത്ത് പറയുക, നിന്റെ കുട്ടി എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, എന്തുകൊണ്ടാണ് മാന്യമായി എന്താ ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്തത് അവൾക്ക്, എന്തിനാണ് കയ്യില്ലാത്ത ഡ്രസ്സ് അവൾ ഇടുന്നത്. അപ്പോൾ ഈ കോൺവെർസേഷനും കൂടെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളാണ്. എൻ്റെ കുട്ടി മോശമായി പോയോ എന്നുള്ള ചിന്തകളിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് ടെൻഷനാവും. ഇപ്പം എൻ്റെ കാര്യം അങ്ങനെ ഓരോന്നും ഞാൻ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. പിന്നെ പുള്ളിക്കാരിക്ക് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മനസ്സിലായി എന്താണ് ഞാൻ, എങ്ങനെയാണ് ഇതുവരെ പോകാൻ പറ്റും, ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കണ്ട് പുള്ളിക്കാരി യൂസ്ഡ് ആയി. ബട്ട് അഗെയിൻ സ്റ്റിൽ ഷീ ഡസൻറ്റ് വാണ്ട് ഹർ ചൈൽഡ് ടു ബി എന്താ പറയുക അനോയ്ഡ് ബൈ എനി വൺ. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവനിങ്ങനെ നോക്കി, എന്തിനാ അവനിങ്ങനെ നോക്കേണ്ട ആവശ്യം, നിന്നെ എങ്ങനെ നോക്കേണ്ട ആവശ്യം. അപ്പോൾ ഞാൻ പറയാം അത് അവൻ്റെ അടുത്ത് ചോദിക്കണം, അവനെയാണ് കുറ്റം പറയുന്നത്, നമ്മുടെ പ്രശ്നമല്ല. അപ്പം പുള്ളിക്കാരി ശരിയാണല്ലോ, ഇപ്പം ആ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, പക്ഷേ ഏതെങ്കിലും ഒരു നല്ല ഉടുപ്പിടുമ്പോൾ നമ്മൾ സുന്ദരിയായിട്ട് കണ്ടിട്ടുള്ള ചില ഉടുപ്പുകളിൽ ഏതെങ്കിലും ഒന്നിൽ അമ്മ കൊള്ളാന്ന് പറഞ്ഞു എല്ലാം മിക്ക ഡ്രസ്സുകളിലും. അതായത് ഈ കാലിന് താഴത്തുള്ള ഡ്രസ്സുകളെ കുറിച്ചൊന്നും അങ്ങനെ പറയില്ല. പക്ഷെ വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അത്രയും എന്താ പറയാ സ്റ്റൈലായിരിക്കണം, പക്ഷെ എക്സ്പോസ് ആവാൻ ഉള്ള പാടില്ല. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് അമ്മ ജീവിക്കുന്നത്. പക്ഷെ ഈ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് ഈ ഇവരുടെയൊക്കെ അഭിപ്രായം അറിയാലോ, അത് നമ്മളെ ഭയങ്കരമായിട്ട് ടെൻഷൻ എടുപ്പിക്കും. പക്ഷെ അതിനെങ്ങനെയാണ് മറികടന്നത്? അത് ഇട്ട് തന്നെ അങ്ങ് പോകാമെന്ന് തീരുമാനിച്ചു. ഞാനത് മാറിയില്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അവർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട് ഇപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യും? അന്ന് ഈ ചോദ്യം ചോദിക്കാനുള്ള പാകത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ആദ്യം അമ്മ പറയുന്ന ഡ്രസ്സ് ഇട്ടു, ശരി അങ്ങനെ പോയി. പക്ഷെ എൻ്റെ അവിടെ നിൽക്കുന്ന കുട്ടികളുടെ പിന്നെ ഫ്രോക്കൊക്കെ ഇട്ട് അല്ലെങ്കിൽ കയ്യില്ലാത്ത ഫ്രോക്ക് ഇട്ടിട്ട് നടന്നു വരുന്നത് കാണുമ്പോൾ എനിക്ക് ഇടാനുള്ള ആഗ്രഹം ഉണ്ടാകും. അടുത്ത പ്രാവശ്യം ഞാൻ അതിനുവേണ്ടി വാശി പിടിക്കും. എനിക്ക് ആ കുട്ടി അന്ന് ഇട്ടില്ല, അമ്മ പറയുന്നത് പോലെ ആയില്ലേ, ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് കയ്യില്ലാത്ത ഫ്രോക്ക് വേണം. അത് എൻ്റെ ആഗ്രഹം എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അത് അടുത്തതിൽ ഞാനത് നടപ്പാക്കി എടുക്കും. അതങ്ങനെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നെ അങ്ങനെ ഒരു ഇത് മാറി നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗോപിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ നടക്കാത്തതാണ്. അയ്യോ, വളരെ റെവല്യൂഷണറി ആയിരുന്നു. വളരെ മനസ്സിലാവില്ല ആൾക്കാർ ഈ ലിവിങ് ടുഗെദർ എന്താണെന്ന് മനസ്സിലാവില്ല. യെസ്, ഓഫ് കോഴ്സ് ലിവിങ് ടുഗെദർ അല്ലെന്ന് ആ കാലത്ത് പറയുക, കൂടെ താമസിക്കുന്നു, ഒരാളുമായിട്ട് കൂടെ താമസിക്കുന്നു, വളരെ മ്ലേച്ഛകരമായിട്ട് സംസാരിക്കുന്ന തരത്തിലുള്ള ടോക്സ് അത് നമ്മ കേട്ടിട്ടുണ്ട്. എന്താണ് അവള് പോയിട്ട് അവന്റെ കൂടെ പോയി താമസിക്കുന്നു. ഇതിനൊരു ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കൊടുക്കാനൊന്നും ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതല്ല, അതിനൊരു മെച്ചുവേർഡായിട്ട് കാണാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇന്നും അതിനൊരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കപ്പിൾസ്
അവർ ഈ കല്യാണത്തിന് മുന്നേ ലിവിങ് ടുഗെദർ ആയിട്ട് ജീവിച്ചതിന് ശേഷം അവർ വർക്കൗട്ട് ആവുകയാണെങ്കിൽ കല്യാണം കഴിക്കാമെന്നുള്ള കൺസെപ്റ്റിലൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാരെ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഞാനൊക്കെ ഇതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമാണല്ലോ, ഒരു വലിയ റെവല്യൂഷൻ്റെ ഭാഗമാണല്ലോ. പക്ഷെ അന്ന് ഞാനെടുത്ത സ്ട്രഗിൾ അതേ ടൈമിൽ ഗോപിയും എടുത്തിട്ടുണ്ട്. ഇതേ സ്ട്രഗിൾ ഗോപിക്കും എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല സ്ട്രഗിൾ ചെയ്തത്, സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സ്ട്രഗിൾ കൂടുതലായിരുന്നു. അപ്പോൾ ഈ സ്ട്രഗിൾ ഞങ്ങൾ അന്ന് എടുത്ത സ്ട്രഗിൾ ഇന്ന് ഇവർക്ക് ഈസി ആയിട്ട് മാറുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ അന്ന് എടുക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ അറിയണമെന്നില്ല. ഇല്ല. അപ്പം അന്നൊരു സ്നേഹക്കൂടുതലോ പ്രണയമോ ഒക്കെ ആയിരിക്കും പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു മോട്ടീവ് വേണമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ജെന്യുവൻ ആയിട്ട് എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിൽ സ്റ്റേ ബാക്ക് ചെയ്തു. എൻ്റെ റിലേഷൻഷിപ്പ് വാസ് 12 വർഷം. ഞാനൊരു 14 വർഷം ഒരാളുടെ കൂടെ ജീവിച്ചത്, ദാറ്റ്സ് എ സക്സസ്ഫുൾ ലൈഫ്. അതിലെനിക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധവും എനിക്കില്ല. അപ്പോൾ ആ 14 വർഷം ഞാൻ വളരെ വൃത്തിയായിട്ട് ജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതിന് ശേഷം എനിക്ക് എൻ്റെതായ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ അങ്ങനെ പോയി. അവയെ വായിക്കുന്നതും ഈ കേൾക്കുന്നതും നമ്മളെ സ്വാധീനിക്കുന്നതുമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന സിനിമയിൽ നമുക്ക് പാടാൻ കിട്ടുന്ന ചെറിയ അവസരങ്ങളിൽ ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ ഒരുപക്ഷെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. അതാണ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത്. ആ ഏരിയയിൽ ഇപ്പോൾ ഹിരൺമയം എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഹിരൺമയത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒറിജിനൽസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഒറിജിനൽസിന്റെ കൂടെ നമ്മളിപ്പോൾ എത്ര ഒറിജിനൽ, അതൊരു സർട്ടൺ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലെ ഒറിജിനൽസ് കേൾക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് തൈക്കുടം ബ്രിഡ്ജ് അവരുടെ ഒറിജിനൽസ് ഇറക്കുന്നുണ്ട്, മസാല കോഫി, അങ്ങനെയുള്ള ബാൻഡ്സ് ഇറക്കി അത് യൂസ്ഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ ആൾക്കാർക്ക്. ഇപ്പോഴും മെയിൻ സ്ട്രീമിലേക്ക് ഒറിജിനൽസ് മാത്രം കേട്ടുകൊണ്ടൊരു ഫെസ്റ്റിവൽ നടത്താൻ നമുക്ക് പറ്റില്ല. അതായത് പറ്റാറായിട്ടില്ല, അതിനുള്ളൊരു കാലഘട്ടം എത്തിയിട്ടില്ല. അപ്പോൾ ഒരു 3 ഒറിജിനൽസ് ഞാൻ ഇറക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 പാട്ടുകൾ എന്തായാലും നമുക്ക് സിനിമാ സംഗീതത്തിൻ്റെ ഒരു ആവശ്യകത തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ മാറ്റി നിർത്താറായിട്ടുള്ളൊരു ഒരു മെച്യൂരിറ്റി നമുക്ക് വന്നിട്ടില്ല. മെച്യൂരിറ്റി എന്ന് പറയുകയല്ല, അതിനെന്താ പറയുക, അത് കുറച്ചുകൂടെ വർഷം കഴിയണം. അത് ഇൻഡിവിജ്വൽ മ്യൂസിക്കിലേക്ക്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് ശ്രദ്ധ വരണമെന്നുണ്ടെങ്കിൽ ജോബ് ഒരുപാട് സഹായിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ജോബ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയൊരു വിപ്ലവം മറ്റുള്ളവരുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജോബ് അതിനൊരു വലിയൊരു ദീപശിഖ എന്നെ തെളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ യെസ്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പാട്ടുകൾ ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേജിൽ കയറി പാടുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽസ് 2 പാടിക്കഴിഞ്ഞാലും മൂന്നാമത് അവർ ചോദിക്കുന്ന വേൽമുരുക ഹരോഹരയാണ്. അവർക്ക് അതിൽ തുള്ളിയേ പറ്റുള്ളൂ. ആ വേൽമുരുക ഹരോഹരയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 പാട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടേതായ സാറ്റിസ്ഫാക്ഷനിൽ പാടണം. ബാക്കി എല്ലാ പാട്ടുകളും നമ്മൾ ഈ അടിച്ചുപൊളി, അല്ലെങ്കിൽ അടിച്ചുപൊളി എന്ന് പറയുന്നില്ല, അതുപോലത്തുള്ള തുള്ളുന്ന പാട്ടുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ പോപ്പ് മ്യൂസിക് ഒക്കെ ഈ പറയുന്ന രീതിയിൽ മുഖ്യധാരയിൽ നിന്നും മാറി നിന്ന് പ്രതിഷേധത്തിന്റെ ഭാഷയിലൊക്കെ വന്നു കഴിഞ്ഞു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എമർജ് ചെയ്ത സാധനങ്ങളാണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ റാപ്പും പോപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ചില പരീക്ഷണങ്ങൾ നടക്കുന്നതും ഈ പറയുന്ന രീതിയിൽ നമുക്കിപ്പോൾ തുള്ളേണ്ട ആവശ്യമുണ്ട്. ഇതിനകത്തും തുള്ളിക്കാൻ പറ്റും. പക്ഷെ ആ തുള്ളിക്കുന്ന തലത്തിലേക്ക് നമുക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് എടുക്കേണ്ടത്, ഇപ്പോൾ അഭയ പറയുമ്പോൾ അഭയ അതിന്റെ ഭാഗമാവേണ്ടതുണ്ട്. അഭയ അതിനോട് മത്സരിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല മ്യൂസിക്, ഇവിടെ മ്യൂസിക് തന്നെയാണ്. പക്ഷെ ഒരു പോപ്പുലർ മാസ് മീഡിയം എന്നുള്ള രീതിയിൽ സിനിമ അവിടെ നിപ്പുണ്ട്. പക്ഷെ അതേ തരത്തിൽ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗമാവേണ്ടതുണ്ട്. അതൊരു ചലഞ്ചായിട്ട് മനസ്സിൽ കിടപ്പുണ്ടോ? അങ്ങനെയൊക്കെ തോട്ട് പ്രോസസ് ഉണ്ടോ? എന്തിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളത്? ഇപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഭാഗം ഇതേപോലെ തന്നെ നമ്മൾ വേൽമുരുക ആവശ്യപ്പെടുമ്പോൾ തന്നെ ആൾക്കാർ ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരണം. ഈ വേൽമുരുകയിൽ ഉണ്ടാവുന്ന സാധനം എങ്ങനെയാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ കേട്ട് അവരെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാന്നുള്ള പ്രോസസ്സ് എപ്പോഴും തലയിലുണ്ട്. ആ പ്രോസസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് സ്റ്റേജസ് ആണ് വേണ്ടത്. നമുക്ക് ആൾക്കാരുടെ നമ്മുടെ പാട്ട് കേട്ട് രസിക്കണം. അൾട്ടിമേറ്റ്ലി അതാണ് വേണ്ടത്. 2 പാട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷനിൽ പാടുമ്പോൾ വേൽമുരുക പാടുന്നത് അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ടിക്കറ്റ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ കാണാൻ വേണ്ടി വരുന്നത്. ആ ടിക്കറ്റ് എടുത്ത് കാണുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ജോലി നമ്മുടെ ഭാഗത്തുണ്ട്. അത് നമ്മുടെ പാട്ടിലൂടെ എങ്ങനെയാണ് അതിനെ ആ രീതിക്ക് അവരെ നമ്മുടെ തലത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരാന്നുള്ള തോട്ട് പ്രോസസ്സ് എപ്പോഴും നമുക്കുണ്ടാവും. ചിന്തിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ മ്യൂസിക് ഡയറക്ഷനും ഉണ്ട്, ചിലപ്പോഴൊക്കെ വരികൾ എഴുതേണ്ടി വരും. മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത് സിനിമയിലെ മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ എൻ്റെ പാട്ടുകൾ എൻ്റെ ഒറിജിനൽസിനായിട്ട് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഒരു സിനിമയ്ക്കൊരു സംഗീത സംവിധാനം നിർവഹിക്കാനുള്ളൊരു എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എൻ്റെ ആവശ്യം എൻ്റെ ബാൻഡ് അതിനകത്ത് എൻ്റെ ഒറിജിനൽസ് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ്
അതുകൊണ്ട് ഞാൻ മ്യൂസിക് ഡയറക്ഷൻ എന്ന രീതിക്ക് ഞാനത് ചെയ്തു. മ്യൂസിക് ഡയറക്ഷൻ എന്ന് പോലും എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം കമ്പോസിഷൻ ഞാൻ ചെയ്യുന്നു, അതിൻ്റെ വരികൾ ഞാൻ എഴുതുന്നു, എൻ്റെ പാട്ടുകളുടെ വരികൾ ഞാൻ എഴുതുന്നു. അതിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, അത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കാം. അതുകൊണ്ടൊരു ഒറിജിനൽ കമ്പോസർ എന്ന് മാത്രമേ എനിക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ. പഴയൊരു കവിയൊക്കെ പോലെ കവിത വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിനകത്തൊരു താളം വരും. അതെ, അപ്പൊ ആ തരത്തിൽ കവിത വരും, അല്ലെങ്കിൽ ടെക്സ്റ്റ് വരും, കൂടെ ഒരു താളവും വരും എന്നുള്ള രീതിയിൽ കാണണം. അതെ അതെ. ഈ താളം പക്ഷേ മറ്റുള്ളവർ പോലെ ഇതായി പോകരുത്, കോപ്പി ആയി പോകരുത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് മാത്രം നമ്മൾ അഡ്രസ് ചെയ്താൽ മതി. അല്ല, പക്ഷെ അത് കോപ്പി ആയി പോരുതെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്പയർഡ് അല്ലാത്ത എന്ത് സാധനമാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഭൂമിയിൽ ഉള്ളത്? ഇൻസ്പയർഡ് അല്ലാത്ത വേറെ ഒന്നുമില്ല. നമുക്ക് ഒന്നിലും അങ്ങനെ ഒരു ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കയ്യിലെടുത്ത് വെച്ച് കാണിച്ച് കൊടുക്കാൻ നമുക്ക് ഒന്നുമില്ല. എന്തിനെങ്കിലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. അതൊരു വാസ്തവമാണ്. അതെ. അഭയ പുറത്തു വരുമ്പോഴത്തേക്ക് ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചൊരു ഓപ്പൺനെസ് ഉണ്ട്. പക്ഷേ അഭയുടെ റൂമിൽ ബിഹേവ് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര കൂവി ബഹളമൊക്കെ ഉണ്ടാക്കിയുള്ള പാട്ടുകളൊക്കെ പാടി പോകുന്ന ഒരു കുട്ടിയാണോ, അതേ വളരെ സൈലൻ്റ് ആയിട്ട് അമ്മയോടൊപ്പം ഇരുന്ന് ചെറിയ ലളിതഗാനങ്ങളൊക്കെ പാടുന്ന കുട്ടിയാണോ? ഏത് കുട്ടിയാണ് ഇതിൽ മുമ്പിട്ട് നിൽക്കുന്നത്? എങ്ങനെയാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കുക? എക്സ്ട്രോവേർട്ടഡ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വ്യക്തിയാണ് ഞാൻ. അധികം സംസാരിക്കില്ല. ഇപ്പം നിങ്ങൾ ഈ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് സംസാരിക്കുന്നതാണ്. എൻ്റെ പെങ്ങളാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും വളരെയധികം സമയം ഞാനപ്പോൾ പറയും ഇത്തിരി നേരം ഒരു 5 മിനിറ്റ് മിണ്ടാതിരിക്കുന്നു, കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ആലോചനയിലേക്ക് ഇവർക്ക് ഭംഗം വരുത്തുന്നുണ്ട്. അപ്പം എനിക്ക് അവിടെ ശ്രദ്ധ കൊടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഇവരെ തടിവിടാറുണ്ട്. അപ്പോൾ ഒട്ടും സംസാരിക്കാത്ത വ്യക്തിയിൽ നിന്ന് അമ്മയൊക്കെ അടുത്ത് വരുന്ന സമയത്ത് കുറച്ച് സംസാരിക്കും എന്നുള്ള അല്ലാണ്ട് ഞാൻ കുറച്ച് സൈലന്റ് ആണ് ഞാൻ ബേസിക്കലി. അപ്പോൾ വീട്ടിൽ മര്യാദക്കാരിയായിട്ടുള്ള ഒരു കുട്ടിയാണ്. അതൊരു മര്യാദയുടെ ഭാഗമല്ല, എൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇടയ്ക്ക് ഞാൻ കേട്ടു ആന്റി ക്രൈസ്റ്റ് കാണുന്ന സമയത്ത് അച്ഛൻ മുകളിലും മകള് താഴെയായിട്ട് ഒരേ തിയേറ്ററിൽ കാണുന്നു. ആന്റി ക്രൈസ്റ്റ് പോലൊരു സിനിമ അങ്ങനെ കാണാൻ കഴിയുന്നത് ഒരു തരത്തിൽ ഭാഗ്യമാണ്. നമ്മുടെ ആ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ നമുക്കത് മനസ്സിലാവുന്നു എന്നുള്ളത് അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു അച്ഛനെ കിട്ടി, അല്ലെങ്കിൽ അച്ഛനെ കിട്ടിയത് ഒരു ഭാഗ്യവും കൂടിയാണ്. അത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് അഭയ? എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അച്ഛനമ്മമാരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സമൂഹത്തിന്റെ ഈ ചുറ്റും നിൽക്കുന്നവർ ഈ കിടന്ന് ഉപദ്രവിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇവരുടെ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തോന്നുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ അച്ഛൻ ഒരു പരിധിവരെ എൻ്റെ അച്ഛനെ ചുറ്റുമുള്ളവരെ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യും, എൻ്റെ കുട്ടി ഇങ്ങനെയാണ്, നിനക്കെന്താ വേണ്ട എന്ന് തിരിച്ചു ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ആങ്കറിങ് പോകുന്ന സമയത്താണെങ്കിലും നിന്റെ കുട്ടിക്ക് നല്ല കാശ് കൊടുക്കുന്നുണ്ട്, നിന്റെ കുട്ടി എന്തിനാ നീ ഈ ജോലിക്ക് വിടുന്നത്, ഇതിനെ പഠിപ്പിച്ചാൽ പോരെയെന്ന് ചോദിക്കും. അവൾ പഠിക്കുന്നതുകൊണ്ട് അവൾ ആങ്കറിങ്ങും ചെയ്യുന്നുണ്ട്, അത് അവളുടെ താല്പര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് അച്ഛൻ. ഡൽഹി ദൂരദർശനിലായിരുന്നു, പുറം ലോകവുമായിട്ടൊരു ബന്ധമുള്ള വ്യക്തിയായിരുന്നു, ഒരുപാട് ആൾക്കാരെ കാണുന്ന വ്യക്തിയാണ്. പിന്നെ അച്ഛൻ്റെ ഒരു വീക്ഷണകോണിൽ തന്നെയാണ്, ഒരു വലയത്തിൽ തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഏതാണ് എന്ന് അന്വേഷിച്ച് തന്നെയാണ് വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ വളരെ ഈ IFFKയിൽ ഞാൻ ആങ്കറിങ് ചെയ്യാൻ പോകുന്ന സമയത്ത് അച്ഛൻ വളരെയധികം സന്തോഷിച്ചു. എൻ്റെ കുട്ടിക്ക് അത് കിട്ടിയില്ലേ, ആങ്കറിങ്ങിന് കിട്ടിയില്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛൻ ആ സൈഡിൽ കൂടെ പോകും, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് അച്ഛാ അതിങ്ങനെ കാണിക്കും. അച്ഛൻ ആ സിനിമ കയറി കാണും, ഞാൻ ഈ സിനിമ. അപ്പം ഞാൻ രാത്രി ഒന്ന് ചോദിക്കും അച്ഛൻ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ആ നല്ല പടമാണ് മക്കളെ, നല്ല രസമുണ്ടായിരുന്നു, നീ ഇപ്പം നാളെ ഇനിയിപ്പം വേറൊരു സ്ഥലത്ത് സ്ക്രീനിങ് ഉണ്ട്, നീ അത് പോയി കാണുക, ആ പടം കാണുക എന്നൊക്കെ ഞങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അതെ, അച്ഛനൊരു വലിയ ഭാഗം തന്നെയാണ് എൻ്റെ വളർച്ചയിൽ. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പാട്ടോട് പാടി നമുക്ക് തുമ്പം നേർകയിൽ യാഴെടുത്ത് നീ ഇമ്പം சேரமாட்டாய യമകൻപം சேரமாட்டாய அன்பில்லா நெஞ்சில் தமிழை பாடி நீ அன்பில்லா நெஞ்சில் தமிழை பாடி நீ அல்லல் நீங்க மாட்டாயா கண்ணே அல்லல் நீங்க மாட்டாயா துன்பம் நேர்கையில் யாழெடுத்து நீ இன்பம் சேரமாட்டாயா യമകൻപം சேரமாட்டாயா
ഭാരതിദാസന്റെ ലിറിക്സ് ആണിത്, ദേശരാഗത്തിലാണിത്. അപ്പോൾ ഒരു പാട്രിയോട്ടിക് പോലൊരു സോങ് ആണിത്. ഓ അടിപൊളി. അർത്ഥം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, വൈകിപ്പോയെന്ന് കരുതുന്നില്ലല്ലോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല, വൈകിപ്പോയെന്ന് കരുതുന്നേ ഇല്ല. എല്ലാവർക്കും അവരുടേതായ സമയമുണ്ട്, ആ സമയത്ത് തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വോയിസ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ കഴിയും. താങ്ക് യു സോ മച്ച്, എ പ്ലഷർ മീറ്റിംഗ് യു. ആൻഡ് ഓൺ എന്താ പറയുക, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളാണെങ്കിൽ എൻ്റെ അമ്മയുടെ അന്വേഷണവും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അമ്മയോടും ചോദിച്ചതായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.